മൺട്രോ ദ്വീപിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ എഴുന്നേറ്റ് പോകുന്നത് എന്തിനാണെന്നല്ലേ, മൺട്രോ ഐലൻഡിൻ്റെ ശരിക്കുമുള്ളൊരു സൗന്ദര്യം കാണാനാണ്. ഇവിടെ നിന്ന് ചെറു തോണിയിലൂടെ പോയി ചെറിയ ചെറിയ കനാലുകളിലൂടെയുള്ളൊരു യാത്ര, അത് ഭയങ്കര രസമുള്ളൊരു സംഭവം തന്നെയായിരിക്കും. തനി ഗ്രാമീണ ജീവിതമൊക്കെ കണ്ടുകൊണ്ട് ഈ ചെറിയ കനാലിൽ കൂടെയുള്ളൊരു യാത്ര അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയാണ്. ഒന്നെങ്കിൽ അതിരാവിലെ, അതായത് ഒരു 9 മണിക്ക് ഉള്ളിൽ ഈ സ്ഥലം കാണുക, അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ. ഈ 2 സമയമായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഈ 2 ടൈമും ഞാൻ പറഞ്ഞത് വരണം കൊണ്ടല്ല, ഈ വെയിൽ കൊള്ളാതെ നമുക്കിതൊക്കെ ഒന്ന് ആസ്വദിക്കണമെങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം. ധാരാളം ഫോറിൻ ടൂറിസ്റ്റുകളുടെ ഒരു ഇഷ്ട കേന്ദ്രമാണ് മൺട്രോ ഐലൻഡ്. ഈ കനാലിൻ്റെ ഇരുവശത്തും കാണുന്നത് ചെമ്മീൻ കെട്ടുകളും മീൻ വളർത്തുന്ന കേന്ദ്രങ്ങളൊക്കെയാണ്. നല്ല പെടപെടയ്ക്കണ മീനുകൾ, നമ്മുടെ മനസ്സിലിങ്ങനെ നല്ല വറുത്ത മീനൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. ഒരു തോണിക്ക് നല്ല സുഖസുന്ദരമായിട്ട് കടന്നു പോകാൻ പറ്റുന്ന ഇടവഴികളാണ് ഇതെല്ലാം. അതിലൂടെ ദേ വന്നു നമ്മുടെ ഓപ്പോസിറ്റ് വേറൊരു തോണി. പിന്നെ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന കാണാനും ഒരു പ്രത്യേക രസമാണ്. നമുക്കിതൊക്കെ ഭയങ്കര വലിയ കാര്യമായിട്ട് തോന്നും, പക്ഷേ ഇവിടെ ജനിച്ചു വളർന്ന ഈ ചേട്ടന്മാർക്കൊക്കെ ഇതൊക്കെ എന്ത് സിമ്പിൾ. ഉറക്കത്തിൽ നിന്ന് കുത്തി എണിപ്പിച്ച് കൊണ്ടുവന്നതാണ് ഈ 2 സാധനത്തിനെ. പക്ഷേ അവരുടെ മുഖത്ത് ഒരു ഉറക്കച്ചടവൊക്കെ ഉണ്ടെങ്കിലും അവർ ഭയങ്കര ഹാപ്പിയാണ്. അല്ലെ, ഈ വെള്ളവും കായലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഹാപ്പി ആവാത്ത ഏത് മനുഷ്യരുള്ളല്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പം കുറേ കണ്ടൽക്കാടുകളുള്ള ഒരു സ്ഥലത്തെത്തി. ഇവിടെ ഒരുപാട് പേര് കയാക്കിംഗ് ചെയ്യുന്നതും കണ്ടു. ഇനി നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ നമുക്ക് പോവാം. ഈ യാത്രയിൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതേ ഇങ്ങനെയുള്ള പാലങ്ങൾ ചിലപ്പോൾ പണി തരും. പക്ഷേ ഈ യാത്രയിൽ ഏറ്റവും രസമുള്ളൊരു പാർട്ട് ഇത് തന്നെയാണ്. നമ്മൾ അങ്ങനെ ദേ കായലിലേക്ക് എത്തി. ഇവിടെ നമുക്ക് കയാക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയാക്ക് എടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയം നമ്മൾ ഈ പ്രദേശത്തൊക്കെ ഒന്ന് ചുറ്റി നടന്നിട്ട് നമ്മൾ ആഴം കുറഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തി. അയ്യോ ചേട്ടാ, വണ്ടിയല്ലല്ലോ തോണിയല്ലേ, ആ തോണി നിർത്തി. ഇവിടെ നല്ല കിടിലനൊരു ഫോട്ടോ സ്പോട്ട് ഉണ്ട്. അതാണ് ഇത്. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ആൻഡ് ഇനി നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകാം. എൻ്റെ 2 സുന്ദരിമണികൾ എന്തൊരു ഹാപ്പിയാണെന്നോ. അവർക്ക് സത്യം പറഞ്ഞാൽ തിരിച്ച് റൂമിലേക്ക് പോകണമെന്നേ ഇല്ല. ഈ വന്ന വഴി തന്നെ തിരിച്ചു പോയ ആ ഒരു ത്രില്ലില്ലല്ലോ. അതുകൊണ്ട് ചേട്ടൻ വേറൊരു വഴി കൂടിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു വീടിൻ്റെ ചുറ്റും വെള്ളം. അപ്പം നമുക്ക് പെട്ടെന്ന് സ്വാഭാവികമായിട്ട് തോന്നാം വെള്ളം പെട്ടെന്ന് കയറുന്ന ഒരു പ്രദേശമല്ലേ ഇതെന്ന്. സോ എൻ്റെ ഈ ഡൗട്ടിന് ചേട്ടൻ പറഞ്ഞു തന്ന ഉത്തരം എന്ന് പറയുന്നത്, സാധാരണ മഴ പെയ്യുമ്പോൾ ഇവിടെ അങ്ങനെ അധികം വെള്ളം കയറാറില്ല. ഇവിടെ വെള്ളം കയറുന്നത് വേലിയേറ്റം, വേലിയിറക്കം എന്നീ 2 സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. 2018 നമ്മളൊക്കെ വെള്ളത്തിൽ കുത്തിമറിഞ്ഞ സമയത്ത് ഈ പ്രദേശത്ത് വെള്ളമൊന്നും കയറിയില്ല അത്രേ. അങ്ങനെ നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. മൺട്രോ തുരുത്ത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളത് കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ ഈ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യുന്നതാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് മൺട്രോ തുരുത്ത്.